പല ഫെയിലിയേഴ്സും നമുക്ക് വരുമ്പോൾ നമുക്ക് ഒരു കൺസിസ്റ്റൻ്റ് എഫേർട്ട് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു സക്സസ് കിട്ടും എന്നുള്ള റിയലൈസേഷൻ എനിക്ക് വന്നത് വീണ്ടും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ ക്ലിയർ ചെയ്തപ്പോഴാണ്. കിട്ടിയ സമയം വളരെ കൺസിസ്റ്റൻറ്റും ഡിസിപ്ലിൻഡ് എഫേർട്ടിലൂടെയാണ് ഞാൻ മറികടന്നത്. നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പലപ്പോഴും വിജയികളെ വളരെയധികം സെലിബ്രേറ്റ് ചെയ്യുന്നൊരു സമൂഹമാണ്. തോറ്റു പോകുമ്പോൾ നമുക്ക് ഒരു സപ്പോർട്ടിങ് ഹാൻഡ്, അതാണ് പലപ്പോഴും നമുക്ക് സമൂഹത്തിൽ ലഭിക്കാതിരിക്കുന്നത്. എൻ്റെ പേര് അഖിൽ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ് വരുന്നത്. 2022 ബാച്ചിലെ IAS ഓഫീസറാണ്. കേരള കാഡർ ഉദ്യോഗസ്ഥനുമാണ്. ഞാൻ 2023 തൊട്ട് തിരുവനന്തപുരം ജില്ലയിൽ അസിസ്റ്റന്റ് കളക്ടറായി സേവനം അനുഷ്ഠിച്ചു വരുന്നു. സിവിൽ സർവീസ് യാത്ര തുടങ്ങുന്നത് 2018 ഞാൻ LLB ആണ് പഠിച്ചത്. അതിനുശേഷം പിന്നെ 2018 തൊട്ട് തന്നെ ഞാൻ പാസ് ഔട്ട് ആയപ്പോൾ തന്നെ എൻ്റെ സിവിൽ സർവീസ് യാത്രയും തുടങ്ങി. അത് ഇപ്പോൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഒരു ശരിയായിട്ട് ഡിസിഷനാണോ എന്നറിയില്ല. കാരണം ഒരു ഒറ്റക്കൊല്ല പദ്ധതിയായി ഞാൻ തുടങ്ങിയ സിവിൽ സർവീസ് യാത്ര ഒരു പഞ്ചവത്സര പദ്ധതിയായി മാറുമായിരുന്നു. അപ്പോൾ അവസാനം 2022 ഞാൻ സിവിൽ സർവീസ് പരീക്ഷ അവസാനം ക്ലിയർ ചെയ്യുന്നു. 2022 സിവിൽ സർവീസ് പരീക്ഷ ക്ലിയർ ചെയ്തപ്പോൾ പക്ഷേ ആ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ വേർത്തിട്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ആയിരിക്കുമെന്നും പറയാൻ കഴിയില്ല. എന്നെ സംബന്ധിച്ച് സിവിൽ സർവീസ് എന്ന് പറയുന്നത് ഇപ്പോൾ കുട്ടിക്കാലം തൊട്ട് ഒരു സിവിൽ സർവൻ്റ് ആവണം എന്ന് വിചാരിച്ച് വളർന്നൊരു വ്യക്തിയല്ല ഞാൻ. കാരണം ഓരോ കാലഘട്ടത്തിലും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇത് എനിക്ക് തോന്നുന്നു മനുഷ്യൻ്റെ ഒരു എവല്യൂഷൻ പോലെയാണ് നമ്മുടെ ഒരു ആഗ്രഹത്തിൻ്റെ ഒരു എവല്യൂഷൻ. നമ്മൾ ഓരോ വ്യക്തികളെ കാണുന്നു, അല്ലെങ്കിൽ നമുക്ക് ഓരോ അനുഭവങ്ങളുണ്ടാവും. അതിനനുസരിച്ച് നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു +1 +2 കാലഘട്ടത്തിലാണ് ഞാൻ നിയമം പഠിക്കണമെന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയത്. കാരണം ഞാൻ സയൻസ് ഗ്രൂപ്പായിരുന്നു. എന്നിരുന്നാൽ പോലും എനിക്ക് എവിടെയോ വെച്ച് സയൻസിനോടുള്ള ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെ പോയി. അപ്പോഴാണ് എനിക്ക് നിയമത്തിനോടൊരു ഇഷ്ടം തോന്നി തുടങ്ങിയത്. അപ്പോൾ അവസാനം LLB പഠിച്ചു തുടങ്ങി. LLB പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു നല്ല അഡ്വക്കേറ്റ് ആവണം എന്നുള്ളൊരാഗ്രഹം ആദ്യത്തെ 3 വർഷം ഉണ്ടായിരുന്നു. 3 വർഷത്തെ കാലയളവിലാണ് ഞാൻ കൂടുതലായിട്ടൊരു വോളണ്ടിയറിങ് ആക്ടിവിറ്റീസിലൊക്കെ ഒരു ഭാഗമാവുന്നത്. വോളണ്ടിയറിങ് ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായി പല സ്ഥലങ്ങളിലും എനിക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. ലീഗൽ എയ്ഡ് ക്ലിനിക്കിൻ്റെ ഭാഗമായും, അതുപോലെ തന്നെ കുറേ സെൻറ്റർ ഫോർ എക്സലൻസ് എന്ന് പറഞ്ഞ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന പല സ്ഥാപനങ്ങളും നടത്തിയും. അപ്പം അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഉള്ള ആൾക്കാരെയും കുറേ പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ എനിക്ക് മറക്കാനാവാത്തൊരു അനുഭവം എന്ന് പറയുന്നത്, ഞാൻ അട്ടപ്പാടിയിൽ ഒരു ലീഗൽ എയ്ഡ് ക്ലിനിക്കിൻ്റെ ഭാഗമായി പോയതാണ്. പ്രത്യേകിച്ച് ഒരു ധാരണയും ആ പ്രവിശ്യയെക്കുറിച്ചോ ഒന്നും ഇല്ലാതെയാണ് ഞാൻ അട്ടപ്പാടിയിൽ ചെന്നെത്തുന്നത്. ഒരു ലീഗൽ എയ്ഡ് ക്ലിനിക്കും അതുപോലെ തന്നെ ലീഗൽ അവയർനെസ് ക്യാമ്പിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളവിടെ എത്തുന്നത്. എന്നാൽ ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ സാധ്യത, പ്രത്യേകിച്ചും നമുക്ക് കൂടുതൽ ഇൻ്റർവെൻഷൻ വേണ്ട ചില മേഖലകളിൽ, അവിടെയെല്ലാം അഡ്മിനിസ്ട്രേഷൻ്റെ സാധ്യത എത്രയാണെന്ന് എനിക്ക് മനസ്സിലാവുന്ന അട്ടപ്പാടിയിലുള്ള ആ കുറച്ച് ദിവസങ്ങളായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തോടുകൂടി ഞാൻ ഏറെക്കുറെ സിവിൽ സർവീസ് എന്തുകൊണ്ടൊന്ന് ശ്രമിച്ചുകൂടാ എന്നുള്ളത് ഞാൻ ചിന്തിച്ചു തുടങ്ങി. പക്ഷെ എന്നാലും ഒരു ഫൈനൽ ഇയർ വരെ സിവിൽ സർവീസിന് വേണ്ടി കാര്യമായിട്ടുള്ള ഒരു എഫേർട്ടും ഞാൻ ഇട്ടിരുന്നില്ല. ഫൈനൽ ഇയറിന് ശേഷമാണ് പിന്നീട് സിവിൽ സർവീസ് ഒരു കരിയർ ഓപ്ഷനായി എന്തായാലും തീരുമാനിക്കാം, പ്ലേസ്മെൻ്റ് ഒന്നും ഇരുന്നില്ല, സിവിൽ സർവീസ് ഒരു കരിയർ ഓപ്ഷനായിട്ട് തീരുമാനിക്കാം എന്നുള്ളൊരു രീതിയിലോട്ട് എത്തിയത്. ഞാൻ ആദ്യത്തെ ശ്രമത്തിൽ നിന്നും സിവിൽ സർവീസ് കരസ്ഥമാക്കിയ ഒരാളല്ല. 2018 ഞാൻ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങി. 2019 ഞാൻ ആദ്യത്തെ അറ്റംപ്റ്റ് കൊടുക്കുന്നത്. ആ 2019 അറ്റംപ്റ്റിൽ എനിക്ക് പ്രിലിംസ് പോലും ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതെനിക്ക് ഒരു വലിയ സെറ്റ് ബാക്ക് ആയിരുന്നു. 2019 നമുക്ക് പ്രിലിംസ് പോലും ക്ലിയർ ചെയ്യാതെ വരുമ്പോൾ നമ്മളെ തന്നെ സംശയിച്ച് തുടങ്ങുന്ന ഒരു സമയമാണ്. ഇനി പരീക്ഷയിൽ ഇനിയും സ്റ്റേജസ് കുറയുണ്ട്. ആ സ്റ്റേജസിൽ പോലും എനിക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു പ്രശ്നം എന്നെ വളരെയേറെ വേട്ടയാടിയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് 2020 അറ്റംപ്റ്റ് ആയിരുന്നു. പക്ഷേ അന്ന് നമ്മളൊന്നും വിചാരിക്കാതെ തന്നെ ഒരു പ്രതിസന്ധി നമ്മുടെ അടുത്ത് എത്തി. അത് കോവിഡ് ആയിരുന്നു. അപ്പോൾ പരീക്ഷ നീണ്ടുപോയി. അതുപോലെ തന്നെ റീഡിംഗ് റൂമുകളും എല്ലാം അടച്ചിട്ടു. ഏറ്റവും വലിയൊരു മാനസിക സംഘർഷം ഞാൻ ഉൾപ്പെടെയുള്ള മറ്റുള്ളവരെല്ലാവരും ലോകത്തെമ്പാടും ഉണ്ടായിരുന്നൊരു പ്രതിസന്ധിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രതിസന്ധി അത്ര വലുതാണ് എന്ന് എനിക്കൊന്നും പ്രൊജക്റ്റ് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. എന്നാലും ഒരു പ്രിപ്പറേഷൻ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അനിശ്ചിതത്വം ഉണ്ടായിരുന്നൊരു സമയമാണത്. നമുക്ക് ഈ പരീക്ഷ ഇനി എപ്പോൾ നടക്കുമെന്നറിയില്ല. അതുപോലെ തന്നെ പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു പരിതസ്ഥിതിയിൽ നിന്നാണ് ഞാൻ രണ്ടാമത്തെ അറ്റംപ്റ്റ് കൊടുക്കുന്നത്. രണ്ടാമത്തെ അറ്റംപ്റ്റിൽ എനിക്ക് പ്രിലിംസ് നല്ലൊരു മാർജിനിൽ തന്നെ ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ ഒരു മെയിൻസ് പരീക്ഷയിൽ എത്തിയപ്പോൾ ആ മെയിൻസ് പരീക്ഷ എനിക്ക് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞില്ല. കുറച്ച് മാർക്കുകളുടെ ഒരു കുറവിൽ എനിക്ക് മെയിൻസ് പരീക്ഷ ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷെ ആ സമയത്ത് തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയും ഞാൻ എഴുതിയതുകൊണ്ട് കുറച്ച് ദിവസത്തിൻ്റെ ഒരു അകലത്തിൽ, എൻ്റെ മെയിൻസ് റിസൾട്ട് വന്ന് കുറച്ച് ദിവസത്തിൻ്റെ അകലത്തിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ മെയിൻസ് റിസൾട്ട് വന്നു. അത് ഞാൻ ക്ലിയർ ചെയ്തു. അതിനുശേഷം അതിന് ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്തു. അതിൽ 6ാമത്തെ റാങ്ക് കിട്ടി. ഞാൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ ഒരു മെമ്പറായി. അപ്പോൾ എന്നെ സംബന്ധിച്ചൊരു കച്ചിത്തുരുമ്പായിരുന്നു അത്.
കാരണം ഈ പല ഫെയിലിയേഴ്സും നമുക്ക് വരുമ്പോൾ നമുക്ക് ഒരു കൺസിസ്റ്റൻ്റ് എഫേർട്ട് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു സക്സസ് കിട്ടും എന്നുള്ള റിയലൈസേഷൻ എനിക്ക് വന്നത് വീണ്ടും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ ക്ലിയർ ചെയ്തപ്പോഴാണ്. അത് തന്നൊരു ഊർജ്ജം വെച്ചിട്ടാണ് ഞാൻ 3ാമത്തെ അറ്റംപ്റ്റിന് പോകുന്നത്. കുറേയേറെ പ്രതിസന്ധികൾ അതിൻ്റെ ഇടയിലുണ്ടായിരുന്നു. കാരണം ട്രെയിനിങ് ആയിരുന്നു, അതുപോലെ തന്നെ അതിന് പ്രിപ്പയർ ചെയ്യാൻ അധികം സമയമൊന്നും കിട്ടിയിരുന്നില്ല. എന്നാൽ കിട്ടിയ സമയം വളരെ കൺസിസ്റ്റൻറ്റും ഡിസിപ്ലിൻഡ് എഫേർട്ടിലൂടെയാണ് ഞാൻ മറികടന്നത്. നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പലപ്പോഴും വിജയികളെ വളരെയധികം സെലിബ്രേറ്റ് ചെയ്യുന്നൊരു സമൂഹമാണ്. അപ്പോൾ എനിക്ക് സിവിൽ സർവീസ് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഓർമ്മയുണ്ട് ആ ഒരു ദിവസം. കാരണം വളരെയധികം ഇപ്പോൾ എൻ്റെ അച്ചീവ്മെൻറ്റ്സിനെയും എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തിരുന്നു. അതൊരു തെറ്റായ കാര്യമല്ല, വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. വിജയികൾക്ക് കിട്ടുന്ന ഒരു റീഇൻഫോഴ്സ്മെൻ്റ് ആണ് അത്, വീണ്ടും നല്ല നേട്ടങ്ങൾ കരസ്ഥമാക്കാനുള്ള. പക്ഷെ നമ്മൾ ജീവിതത്തിലും കരിയറിലും അല്ലെങ്കിൽ പല മേഖലകളിലും നമ്മൾ ഇടയ്ക്ക് തോറ്റു പോകുമ്പോൾ നമുക്ക് ഒരു സപ്പോർട്ടിങ് ഹാൻഡ് അതാണ് പലപ്പോഴും നമുക്ക് സമൂഹത്തിൽ ലഭിക്കാതിരിക്കുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ഫാമിലിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ തന്നെ ആയിരിക്കും ആ ഫെയിലിയേഴ്സ് ഓവർകം ചെയ്യാൻ എന്നെ സഹായിച്ചത്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ ഫെയിലിയേഴ്സ് ഉണ്ടാവും, പക്ഷേ ഫെയിലിയേഴ്സിൽ നിന്ന് നമ്മൾ എന്തായാലും പാഠങ്ങൾ ഉൾക്കൊള്ളണം. അപ്പോൾ സിവിൽ സർവീസ് ജേർണിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇൻഡപ്റ്റഡ് ആയിരിക്കുന്നത് ആ ഒരു ലേണിംഗ് പ്രോസസ്സിലോട്ട് തന്നെയാണ്. നമുക്കറിയാം, ഇപ്പോൾ കേരളം പല കാര്യങ്ങളിലും മുമ്പിൽ നിൽക്കുന്നൊരു സംസ്ഥാനമാണ്. സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ പല സംസ്ഥാനങ്ങളും ചിന്തിക്കാത്ത ഒരു മേഖലയാണ്. അതിൽ നമ്മൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു എന്നുള്ളത് കേരളത്തിനും ഒരു അച്ചീവ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ അതിൽ തന്നെ വളരെ ന്യൂവാൻസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് എടുത്ത് തിരുവനന്തപുരം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒരു നേട്ടമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാരംഭഘട്ടം എന്ന് പറയുന്നത് തീർച്ചയായും ഇത് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ തന്നെ നേതൃത്വം കൊടുത്ത ഒരു പരിപാടിയാണ്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് കമ്മീഷണറും മുമ്പിൽ നിന്ന് നയിച്ച ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, വളരെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു NGO പാർട്ട്ണർ ഉണ്ടായിരുന്നു, കനൽ. അതുപോലെ തന്നെ നമുക്കിതിന് CSR പാർട്ട്ണറായിട്ടുള്ള ഗൈഡ് ഹൗസും ഇതിന് നമ്മുടെ ഒപ്പം നിന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കൊരു 5000-ഓളം കുട്ടികളുടെ അടുത്ത് ഈ സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു നേട്ടം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്നുള്ളത് നമുക്ക് നമ്മുടെ സമൂഹത്തിനെ കുറിച്ച് അറിയാം. നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലൈംഗിക അതിക്രമങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ പലപ്പോഴും നമ്മുടെ വീടുകളിൽ സംസാരിക്കുന്നില്ല. അവർക്ക് ഇത് കിട്ടാനൊരു മീഡിയം ഇല്ല. അപ്പോൾ അത് കിട്ടാനൊരു മീഡിയം ഇല്ലാതെയാകുമ്പോൾ നമ്മുടെ സമപ്രായക്കാരിൽ നിന്ന് തന്നെ അവരിത് ചോദിച്ചറിയാൻ ശ്രമിക്കും. പലപ്പോഴും അവ്യക്തമായ അല്ലെങ്കിൽ വളരെ ഫ്ലോഡ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് സെക്ഷുവാലിറ്റിയെക്കുറിച്ച് കുട്ടികൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അഡോളസെൻ്റ് ഏജിൽ എത്തുമ്പോൾ അവരുടെ ശരീരത്തിൽ പല മാറ്റങ്ങളുണ്ടാകും, മാനസികമായ പല മാറ്റങ്ങളുണ്ടാകും. ഇതിനെയൊന്നും അപ്രിഷ്യേറ്റ് ചെയ്യാനോ ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനോ പലപ്പോഴും അവർക്ക് കഴിയുന്നില്ല. ഇന്നവർക്ക് പല രീതിയിലുള്ള ആങ്സൈറ്റിയിലേക്കും ഇത് അവരെ കൊണ്ടെത്തിക്കാറുണ്ട്. അതുപോലെ തന്നെ പല ചൂഷണങ്ങളിലേക്കും ഇവരെ അത് കൊണ്ടെത്തിക്കാറുണ്ട്. ഇതിനെല്ലാം ഒരു പ്രതിരോധം തീർക്കലാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം എന്നുള്ളത്. യുനെസ്കോ തന്നെ അതിന് വളരെ വ്യക്തമായിട്ടുള്ളൊരു നിർവചനം അതിന് കൊടുത്തിട്ടുണ്ട്. അതിനോട് തീർത്തും നീതി പുലർത്തിയിട്ടാണ് നമ്മൾ നമ്മുടെ പ്രൊജക്റ്റ് എക്സ് ലോഞ്ച് ചെയ്ത് ഇത്രയും കുട്ടികൾക്ക് സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം എത്തിച്ചത്. സൂപ്പർ 100 പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും പെറ്റ് പ്രൊജക്റ്റ് പോലെയാണ്. കാരണം ജെറോമിക് സാറിൻ്റെ ഒരു പെറ്റ് പ്രൊജക്റ്റാണ് സൂപ്പർ 100. അപ്പോൾ അത് ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമായിട്ടും കൂടി നമുക്ക് തോന്നിയൊരു പ്രൊജക്റ്റാണ്. നമ്മൾ പലപ്പോഴും പറയും സ്ത്രീകളുടെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ, അതുപോലെ തന്നെ സ്ത്രീകൾ പല മേഖലകളിലേക്കും കടന്നു വരുന്നതുമില്ല. എന്നാൽ യാഥാർത്ഥ്യബോധത്തോടുകൂടി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ പ്രാതിനിധ്യം വേണ്ട ഒരു മേഖല എന്ന് പറയുന്നത് സ്റ്റെം മേഖലയാണ്. കാരണം എല്ലാവിധ ബാരിയേഴ്സും ഒരു ജെൻഡർ പെർസ്പെക്റ്റീവിൽ നിന്ന് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നത് പലപ്പോഴും സ്റ്റെം മേഖലയിലേക്ക് സ്ത്രീകൾ കടന്നു വരുമ്പോഴാണ്. വളരെ ഹൈ പേയിങ് ജോബ്സ് അതിലുണ്ട്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള പല ഇൻവെൻഷൻസും നടക്കുന്ന മേഖലയും സ്റ്റെമ്മാണ്. ഇനി ഇപ്പോൾ 21-ാം നൂറ്റാണ്ടിൻ്റെയും അതിനപ്പുറവുമുള്ള ഒരു മേഖല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ഉത്തരം സ്റ്റെമ്മാണ്. പക്ഷേ നമ്മുടെ സ്റ്റെം മേഖലയിൽ എത്രമാത്രം സ്ത്രീ പ്രാതിനിധ്യം ഉണ്ട് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്ന ഒന്നാണ്. ആ ചോദ്യത്തിൽ നിന്നാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു സൂപ്പർ 100ൻ്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വേറൊരു പെർസ്പെക്റ്റീവ് കൂടിയുണ്ട്. കാരണം നമ്മൾ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണമെന്ന് പറയുമ്പോൾ ഒരു ഇൻ്റർസെക്ഷനാലിറ്റി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് പലപ്പോഴും നമ്മുടെ സ്റ്റഡീസിലെല്ലാം ഉണ്ട്. കാരണം സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അവർ
നമ്മുടെ ഒരു പുരുഷ മേധാവിത്വമുള്ള ഒരു സമൂഹത്തിൽ പല രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഡിസ്ക്രിമിനേഷൻസ് ഫേസ് ചെയ്യുന്നത് ഒരു ഇൻ്റർസെക്ഷനാലിറ്റിയിൽ അവർ പെടുമ്പോഴാണ്. കാരണം ഒരു മൾട്ടിപ്പിൾ കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അവർ ഫേസ് ചെയ്യുന്നത് അവർ ഏതെങ്കിലും ഒരു വൾണറബിൾ കമ്മ്യൂണിറ്റിയുടെ കൂടി ഭാഗമാകുമ്പോഴാണ്. നമുക്ക് കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലം അറിയാം. കേരളത്തിൽ എല്ലാവരും സാമൂഹികമായിട്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളെല്ലാവരെയും അപേക്ഷിച്ച് മുൻപന്തിയിലാണെങ്കിൽ പോലും നമ്മുടെ ട്രൈബൽ മേഖലയും കോസ്റ്റൽ മേഖലയും കുറച്ച് അവശതകൾ അനുഭവിക്കുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ അവരിൽ നിന്നും സ്ത്രീകളെ സെലക്ട് ചെയ്തത്, അല്ലെങ്കിൽ പെൺകുട്ടികളെ സെലക്ട് ചെയ്ത് ആ കുട്ടികൾക്ക് അവർക്ക് വേണ്ട STEM വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് സൂപ്പർ 100 മുമ്പോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ ആദ്യം തന്നെ ഒരു സ്ക്രീനിങ് പരീക്ഷ നടത്തി. ആ സ്ക്രീനിങ് പരീക്ഷയും ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ 100 പെൺകുട്ടികളെ നമ്മുടെ STEM മേഖലയിൽ വളരെയധികം ഒരു ഇൻറ്റൻസീവ് കോച്ചിങ് കൊടുത്ത് അവർക്കൊരു കരിയർ ബിൽഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ സൂപ്പർ 100 ഒരുക്കുന്നത്. ഈ പ്രൊഫഷണലിസം എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫെസറ്റാണ്. പ്രത്യേകിച്ചും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് എപ്പോഴും പ്രൊഫഷണലിസം വേണം. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു അക്കൗണ്ടബിലിറ്റി മെക്കാനിസം വളരെ വ്യക്തമായിട്ടുണ്ടാവണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഡ്യൂട്ടീസ് വളരെ പ്രിസൈസ് ആയിട്ട് കൊടുത്താൽ മാത്രമാണ് നമുക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവുള്ളൂ. ആ അക്കൗണ്ടബിലിറ്റി മെക്കാനിസം വളരെ കൃത്യമായിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു സ്ഥാപനത്തിനെ നമുക്ക് പ്രൊഫഷണലായിട്ട് പലപ്പോഴും റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതില്ലെങ്കിൽ നമ്മൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും പലപ്പോഴും ഒരു ഡിഫ്യൂഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉണ്ടാവും. ഇപ്പം ഞാൻ ചെയ്യേണ്ട വർക്കല്ല അത് മറ്റൊരാളിലേക്ക് നമ്മൾ പലപ്പോഴും അവരുടെ തലയിലേക്ക് വയ്ക്കും. ടൈം ലൈൻസ് കൃത്യമായിട്ട് കീപ്പ് ചെയ്യാതിരിക്കും. അപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു ക്ലിയർ വർക്ക് ഡിസ്ട്രിബ്യൂഷനും ഒരു അക്കൗണ്ടബിലിറ്റി മെക്കാനിസം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിരിക്കും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ പ്രൊഫഷണലിസത്തിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു എംപത്തറ്റിക് അഡ്മിനിസ്ട്രേഷൻ കൂടി നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റണം. കാരണം എംപത്തി ഇൻഫ്യൂസ് ചെയ്താൽ മാത്രമാണ് അഡ്മിനിസ്ട്രേഷനിൽ ഒരു ഹ്യൂമൻ ഫേസ് കിട്ടുന്നത്. അല്ലെങ്കിൽ വളരെ മെക്കാനിക്കലായി പോകും. അപ്പോൾ തീർത്തും പ്രൊഫഷണൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻ വളരെ നല്ലതാണ്. പക്ഷേ ആ പ്രൊഫഷണലിസം ഒരിക്കലും ഒരു മെക്കാനിക്കൽ രീതിയിലോട്ട് മാറരുത്. അങ്ങനെ എപ്പോഴും ഒരു ഹ്യൂമൻ ഫേസ് വേണം, എംപത്തറ്റിക് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വർക്ക് എന്താണോ അതിൽ കുറച്ചും കൂടി ഡ്രിവൻ ആയിരിക്കണം. അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ഓർഗനൈസേഷനും കുറച്ച് സ്മൂത്ത്ലി റൺ ചെയ്യാൻ കഴിയും. ജില്ലാ ഭരണകൂടത്തിൻ്റെ കൂടെ പല പ്രവർത്തനങ്ങൾക്കും ഒപ്പം നിന്ന ഒരു സ്ഥാപനമാണ് കനൽ. പ്രത്യേകിച്ചും എൻ്റെ ഓർമ്മയെടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റ് എക്സ് എന്ന് പറയുന്നത് വളരെ ഒരു സ്വപ്നതുല്യമായിട്ടുള്ളൊരു പ്രൊജക്റ്റായിരുന്നു. അതിന് വളരെ നല്ല ഒരു റിസപ്ഷനും എല്ലാവരിൽ നിന്ന് ലഭിച്ചു. അതിന് ഏറ്റവും വലിയൊരു കാരണമെന്ന് പറയുന്നത് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു NGO പാർട്ട്ണർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കനലിന് എല്ലാവിധ ആശംസകളും. അതിനുശേഷം വീണ്ടും നമ്മൾ കനലുമായിട്ട് സൂപ്പർ 100 എന്ന് പറയുന്ന പ്രൊജക്റ്റിന് വേണ്ടി വീണ്ടും അസോസിയേറ്റ് ചെയ്തു. അപ്പോൾ അതിലും അവർ കാഴ്ചവെക്കുന്ന പ്രകടനം എന്ന് പറയുന്നത് കുട്ടികളുടെ ഒരു സമഗ്രമായിട്ടുള്ള വികസനത്തിനുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ അതും വളരെയധികം പ്രശംസനീയമാണ്. അതുകൊണ്ട് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ.